ഹലോ, നമ്മുടെ കീം 2025 അപ്ലിക്കേഷനിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കീം അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നാഷണാലിറ്റി പ്രൂഫ്, അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റ് വേണം, നേറ്റിവിറ്റി പ്രൂഫ് വേണം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിനും ഒരു പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ടു പ്രൂവ് വേരിയസ് ക്ലെയിംസ് സച്ച് ആസ് കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, NRI ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻകം ബേസ്ഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫീ ഡിസ്കൗണ്ടോ മറ്റോ അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതിൽ തന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറിൻ്റെയും ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, ആദ്യം പറയുന്നത് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ JPEG ഫോർമാറ്റിൽ വേണം. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് സ്കാൻഡ് ഡിജിറ്റൽ കോപ്പി ഓഫ് ദെയർ ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി ഇൻ കളർ വിത്ത് എ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റർ കളർ, പ്രിഫറബിളി വൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈറ്റർ കളർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ സൈസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 200 പിക്സലാണ് അതിൻ്റെ ഹൈറ്റ് വേണ്ടത്, വിഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ 150 പിക്സലാണ് വേണ്ടത്. ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോർമാറ്റിലാണ് വേണ്ടത്. ഫുൾ ഫേസ് കാണാൻ സാധിക്കണം. ആൻഡ് ഷോൾഡർ പോർഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ഈസ് ടു ബി സീൻ ക്ലിയർലി എന്ന് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയിട്ട് തന്നെ എടുക്കണം. നമ്മുടെ ഫോണിലും ടാബിലും ഒന്നും എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഇഫ് ദ ഫേസ് ഇസ് നോട്ട് ക്ലിയർ, ആപ്ലിക്കേഷൻ ഈസ് ലയബിൾ ടു ബി റിജക്റ്റഡ് എന്നുള്ളത് മറക്കുക. അതുപോലെ മാസ്ക് ധരിക്കാൻ പാടില്ല, ഡാർക്ക് സൺഗ്ലാസസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. അത് JPEG ഫോർമാറ്റിലായിരിക്കണം. 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റും ഉണ്ടായിരിക്കണം. ഇമേജ് ഫയൽ സൈസ് ഷുഡ് ബി ബിറ്റ്വീൻ 1 KB ആൻഡ് 100 KB. 100 KB താഴെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്തത്, ഫേസ് ഈസ് നോട്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇനി സിഗ്നേച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ ഇതായി കാണുന്ന പോലെ തന്നെ 100 and 150. 100 ആണ് അതിൻ്റെ ഹൈറ്റ്, 150 ആണ് വിഡ്ത്ത്. ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ സിഗ്നേച്ചർ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ബോക്സ് വരച്ചതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സിഗ്നേച്ചർ സൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. JPEG ഫോർമാറ്റിൽ തന്നെയാണ്. അതിൻ്റെ സൈസും ലെസ് ദാൻ എന്തായിരിക്കണം, 100 KB ആയിരിക്കണം. ആൻഡ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഈ രൂപത്തിലാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ദ ഡിക്ലറേഷൻസ് ഇൻഡിക്കേറ്റഡ് അഗേൻസ്റ്റ് ഈച്ച്, പ്രസ് ഫിനിഷ് അപ്ലോഡ് ഇമേജസ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പോർട്ടലിൽ ഈ ഒരു ഇമേജ് അപ്ലോഡ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് PDF ഫോർമാറ്റിലായിരിക്കണം. ഒറിജിനൽ ആൻഡ് കളറിൻ്റെ കോപ്പി തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലെസ് ദാൻ 500 KB ആയിരിക്കണം അതിൻ്റെ സൈസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ക്യാൻ ബി അപ്ലോഡഡ് ഫോർ ഡിഫറെൻറ്റ് ക്ലെയിംസ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാവിംഗ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ക്യാൻ ബി അപ്ലോഡഡ് അഗേൻസ്റ്റ് നൗ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി, നമ്മുടെ സ്ഥലം എവിടെയാണ്, ഡേറ്റ് ഓഫ് ബർത്ത് എവിടെയാണ്. ഇത് രണ്ടും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വേറെ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല. എന്ത് ചെയ്യാം, ബർത്ത് സർട്ടിഫിക്കറ്റിൽ തന്നെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്തും ഉണ്ടാവുമല്ലോ, അത് തന്നെ എന്ത് ചെയ്താൽ മതി, പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പ്രൂഫ് ഫോർ നേറ്റിവിറ്റിക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Originals of the certificates uploaded should be preserved to produce before the admission authority as and when demanded. ഇനി all applicants must upload class 10 സർട്ടിഫിക്കറ്റ് വേണം. ഡേറ്റ് ഓഫ് ബർത്തിന് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. നേറ്റിവിറ്റി പ്രൂഫിനും എന്ത് തന്നെ ഉപയോഗിച്ചാൽ മതി, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിച്ചാൽ മതി. അതിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജ് ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. 1 2 3 4 എന്ന് പറഞ്ഞാൽ ഓരോന്നും അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ആ ഫയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്താൽ മതി. SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ്, നാഷണാലിറ്റി പ്രൂഫായിട്ട് നിങ്ങൾക്ക് SSLC തന്നെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാം. മനസ്സിലായോ? അതുപോലെ തന്നെ 10ൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. നേറ്റിവിറ്റിക്കും നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, SSLC സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിനും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC, എല്ലാത്തിനും ആക്ച്വലി SSLC തന്നെ മതി എന്നാണ് നമുക്ക് ആ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ളത് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ക്ലെയിമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരുപാട് കാറ്റഗറിയിലുള്ള ഡിഫറെൻറ്റ് ക്ലെയിമുകൾ ഇവിടെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, അത് അപ്ലോഡ് ചെയ്താൽ മതി. ഇതെല്ലാം നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇതിൽ പലതും മൈനോറിറ്റി ക്ലെയിമുകളാണ്. അതുപോലെ തന്നെ ചിൽഡ്രൻ ഓഫ് രജിസ്റ്റേർഡ് ഫിഷർമെൻ ഓർ ഇൻമേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ഏതൊക്കെയാണോ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് മാത്രം എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡോക്യുമെന്റ്സ് അപ്ലോഡിങ്ങും കംപ്ലീറ്റ് ആവുകയാണ്. സോ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ ഇമേജസും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. ആൻഡ് ഓൾസോ
കീമിന് അപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.